അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഷമ്മാസിൻ്റെയും നുസൈബയുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതെ, ഷമ്മാസിൻ്റെ ഡിസ്ചാർജ് ദിവസമാണ് ഇന്ന്. എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ എന്ന് ഷമ്മാസ് ആഗ്രഹിക്കുകയാണ്. ആ ദിവസം അതാ വന്നെത്തി. അൽഹംദുലില്ലാ. അത് മാത്രമല്ല, ഷമ്മാസിന് ഇന്ന് പ്രത്യേകമായി പടച്ച റബ്ബിനോട് ഒരു ദുആ കൂടി ചെയ്യാനുണ്ട്. അല്ലാഹുവേ, എൻ്റെ പ്രിയപ്പെട്ട ഹിജാബി എക്സാമിന് പോകുകയാണ് ഇന്ന് അവളുടെ എക്സാമിൻ്റെ ദിവസമാണ്. പടച്ച റബ്ബേ, എല്ലാം നീ എളുപ്പമാക്കി കൊടുക്ക്. പഠിച്ചതെല്ലാം അവൾക്ക് നീ ഓർമ്മ കൊടുക്കണേ അല്ലാ. എല്ലാം കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള കഴിവ് നീ അവൾക്ക് നൽകണേ റഹ്മാനെ. ഷമ്മാസ് ആത്മാർത്ഥമായി ദുആ ചെയ്തു. ഉമ്മയും അതുപോലെ തന്നെ, പടച്ച റബ്ബേ, എൻ്റെ പെണ്ണിൻ്റെ പരീക്ഷയാണെന്ന് അല്ലാ, അവൾക്ക് നീ എഴുതാനുള്ള കഴിവ് നീ കൊടുക്ക് റഹ്മാനെ. എല്ലാം ശരിക്ക് നല്ല രീതിയിൽ അവൾക്ക് ഉത്തരമൊക്കെ കിട്ടട്ടെ. എന്നിട്ട് എൻ്റെ കുട്ടി പാസ്സാണ്, എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണണം. അതാണ് ആ ഉമ്മയും ആഗ്രഹിക്കുന്നത്. അന്ന് ഡോക്ടർ ഇതാ റൂമിലേക്ക് വരുന്നു. ഹായ് ഷമ്മാസ്, അപ്പോൾ ഇന്ന് ഡിസ്ചാർജാണ്. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പഴയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം. പക്ഷേ എങ്കിലും ഒരു കരുതൽ വേണം. പിന്നെ അതുപോലെ പെട്ടെന്ന് ഒരു 4 ദിവസം വീട്ടിലിരിക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു പോയിക്കോളൂ. കാരണം ഈ ഒരു ഹോസ്പിറ്റൽ സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ ജീവിതശൈലികളൊക്കെ പെട്ടെന്ന് മാറി വരുമ്പോൾ, കാരണം ആ ഒരു രീതിയിലായിരുന്നു ഷമ്മാസ്, അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നതാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ രീതിയിലൊരു പ്രോബ്ലംസൊക്കെ ഉണ്ട് എന്നല്ല, ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് കരുതുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ സർ, ഡോക്ടറോട് ഷമ്മാസ് പറഞ്ഞു. ഉമ്മ ചോദിച്ചു, ഡോക്ടറെ, ഓന് ഈ മൊബൈൽ ഷോപ്പിലാണേ ജോലി, അപ്പോൾ പിന്നെ അവന് അങ്ങനെ കുറേ സമയം ഇരിക്കാനും അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ, അത് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഉമ്മ, നിങ്ങളുടെ ആവശ്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ 4 ദിവസമെങ്കിലും വീട്ടിൽ നിന്നിട്ട് പോകാം, അതായിരിക്കും നല്ലത്. അതായത് ചിലപ്പോൾ ഷോപ്പിലൊക്കെ ആകുമ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ, പിന്നെ അതുമല്ല എന്തെങ്കിലും അസുഖമായി പറ്റിയ ആളുകളെ പെട്ടെന്ന് കാണാൻ എല്ലാവരും കൂടി വരുന്നൊരു സിറ്റുവേഷന് അങ്ങനെയൊക്കെ ആകുമ്പോഴേ എന്തായാലും ഒരു 4 ദിവസം കഴിഞ്ഞോട്ടെ. ഉമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ഉമ്മക്ക് സമാധാനമല്ലേ, എന്തെങ്കിലും ആവുമെന്ന് വിചാരിച്ചിട്ട്. ഉമ്മ ഒരു ടെൻഷനും ആവണ്ട, നീ നിങ്ങളുടെ ഷമ്മാസിന് ഇതിൻ്റെ പേരിൽ ഒന്നും വരാൻ പോകണില്ല, എങ്കിലും റെസ്റ്റ് കുറച്ച് അനിവാര്യമാണ്. ഷമ്മാസ് ഇതുവരെ എല്ലാവരോടും പെരുമാറിയ പോലെ തന്നെ നല്ല ആക്റ്റീവായിട്ട് പെരുമാറിക്കോട്ടെ, അതിലൊന്നും യാതൊരു കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്നാൽ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സാറതാ പുറത്തേക്ക് പോയി. ഉമ്മ പറഞ്ഞു കേട്ടില്ലേ, എല്ലാം നല്ല രീതിയിൽ ചെയ്യാനാണ് പറഞ്ഞത്. മോനെ, എന്നാലും 4 ദിവസം വീട്ടിൽ നിന്നിട്ട് പോവട്ടോ, ഉമ്മക്ക് സമാധാനം ഇല്ലടാ. ആയിക്കോട്ടെ ഉമ്മ, ഉമ്മാൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എന്താ, ഇതുവരെ എൻ്റെ ഉമ്മയല്ലേ എന്നെ നോക്കിയത്, അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഒരു 4 ദിവസം വീട്ടിൽ കഴിയണേന് എനിക്കൊരു കുഴപ്പമില്ല. നുസൈബ അതാ എക്സാമിന് ഇറങ്ങുകയാണ്. കൂടെ ഉപ്പയുണ്ട്. പലർക്കും പല സെൻറ്ററുകളിലായിട്ടാണ് എക്സാമിനുള്ള സീറ്റ് ലഭിച്ചിരിക്കുന്നത്. നുസൈബ വിചാരിച്ചു, പടച്ചോനെ, ഷിഫ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പക്ഷേ ആരുണ്ടായിട്ടും കാര്യമില്ല, എക്സാമിന് അവനവൻ തന്നെ അറ്റൻഡ് ചെയ്യണമല്ലോ. അവൾക്ക് എന്താണെന്നറിയില്ല, ഷിഫയൊക്കെ ഒരിക്കൽ കൂടി കാണണമെന്ന് തോന്നുകയാണ്. തലേന്ന് രാത്രി നുസൈബയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അയാൾ പറഞ്ഞ ആ ഒരു ഭീകരത, അതായിരുന്നു അവളുടെ മനസ്സിൽ. പടച്ച റബ്ബേ, അയാളുടെ കയ്യിലെങ്ങാനും എന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ വെച്ചക്കൂലയാൾ, ഉറപ്പാണ്. അയാളുടെ ആ ഭീകരമായ മുഖമാണ് നുസൈബയ്ക്ക് പേടിയായി ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. ഒന്നിനും മടിക്കാത്തതാണ് അയാൾ. എന്താപ്പ ചെയ്യുക, പേടിച്ച് ജീവിക്കന്നെ. പടച്ച റബ്ബ് ഒരിക്കൽ അങ്ങനെയുള്ളവരെല്ലാം കൊടുക്കും. എന്നും ഒരാളെ ബുദ്ധിമുട്ടാക്കാൻ ഒരാൾക്ക് പറ്റില്ലല്ലോ. എക്സാമിൻ്റെ തലേ ദിവസം നല്ല രീതിയിൽ ഉറങ്ങണം, റിലാക്സ് ആവണം എന്നൊക്കെ മിസ്സും സാറും പറഞ്ഞത് നുസൈബ ഓർത്തു. പക്ഷേ തനിക്കതിന് കഴിഞ്ഞില്ല. നുസൈബക്ക് നല്ല ടെൻഷനുണ്ട്. അല്ലാ, എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ പഠിച്ചതെല്ലാം മറക്കുമോ എന്നൊക്കെ ഭയം അവളെ വല്ലാതെ അങ്ങ് തളർത്തുന്നുണ്ടായിരുന്നു. ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞു, മോളെ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ എന്ന് പറഞ്ഞിറങ്ങിക്കോ. എക്സാം ഹാളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് യാ ഫത്താഹു യാ അല്ലാ, യാ നാസുർ യാ അല്ലാ എന്നൊരുപാട് തവണ ചൊല്ലിക്കൊണ്ടി. മറക്കണ്ട കേട്ടോ.
ഉമ്മയോട് സലാം പറഞ്ഞ് ഉപ്പയുടെ കൂടെ അതാ നുസൈബ ഇറങ്ങുന്നു. എക്സാം എഴുതാൻ പോകുന്ന ആ കോളേജ് അവൾ ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഉപ്പയെ കൂട്ടിയാണ് പോകുന്നത്. തലേ ദിവസം രാത്രി ഷമ്മാസ് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു എവിടെയാണ് സെൻറ്റർ എന്നുള്ളത്. പക്ഷേ ഇന്ന് രാവിലെയാണ് നുസൈബ ആ ഒരു മെസ്സേജ് കണ്ടത്. ആ ഒരു മെസ്സേജ് കണ്ടപാടെ ഷമ്മാസിന് അതിന് റീപ്ലൈ കൊടുത്തു. നുസൈബ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചിരുന്നു, പഠിച്ചോനെ എന്നെക്കൊണ്ട് ആർക്കൊരു ബുദ്ധിമുട്ട് വരരുത്. എനിക്ക് എത്ര തന്നെ വേദന സഹിക്കേണ്ടി വന്നാലും ക്ഷമിക്കേണ്ടി വന്നാലും ഒരാൾക്ക് എന്നെക്കൊണ്ടൊരു ബുദ്ധിമുട്ടും ഉപദ്രവവും പ്രയാസവും ഉണ്ടാവരുത്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെക്കൊണ്ട് ഒരാൾ കഷ്ടപ്പെടുക എന്നുള്ളൊരവസ്ഥ ആർക്കും ഉണ്ടാവരുത്. അതുകൊണ്ട് റബ്ബേ, എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം ഞാൻ മാറ്റിവെക്കുകയാണ്. അവർ ജീവിച്ചോട്ടെ. ഒരിക്കലും എന്നെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ട് വരാൻ ഞാൻ സമ്മതിക്കില്ല. നുസൈബ എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെയാണ്. അവൾ ഉപ്പയുടെ കൂടെ നടന്നു നീങ്ങുമ്പോൾ മനസ്സിൽ 1000 ഭാരം, തലക്ക് വല്ലാത്ത കനമാണ് അനുഭവപ്പെടുന്നത്. എക്സാമിന് പോകുമ്പോൾ നല്ല റിലാക്സ് ആയിട്ട് പോകണം. വേറെ ചിന്തകളൊന്നും മനസ്സിലുണ്ടാവരുത്. മിസ്സിൻ്റെ ആ വാക്കുകൾ നുസൈബ ഓർത്തു. പഠിച്ചവനെ എന്ത് ചെയ്യാം, സാരല്ല, പഠിച്ചവൻ എനിക്ക് എന്താണ് വിധിച്ചത് അതെനിക്ക് കിട്ടും. അവൾ ആത്മവിശ്വാസത്തോടു കൂടി അതാ എക്സാം ഹാളിലേക്ക് ബസ്സിറങ്ങി. കുറച്ചുകൂടി പോകാനുണ്ട്. ഒരു ഓട്ടോ വിളിക്കണം. അവിടെയാണ് ആ കോളേജുള്ളത്. വലിയൊരു കോളേജിൻ്റെ മുമ്പിലായിക്കൊണ്ട് നുസൈബയും ഉപ്പയും ഓട്ടോറിക്ഷ ഇറങ്ങി. നുസൈബ മുകളിലേക്കൊക്കെ നോക്കി. പഠിച്ചോനെ വലിയ കോളേജാണല്ലോ. മോളെ, എൻ്റെ കുട്ടി പൈച്ചിണി എന്തേലും തിന്നോളി, അല്ലാതെ ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയാലേ ഇപ്പോഴൊന്നും ഇറങ്ങാൻ പറ്റൂരല്ലോ. പിന്നെ ഉപ്പാക്കും അങ്ങോട്ട് പ്രവേശനമില്ല. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ക്യാൻറ്റീനൊക്കെ ഉണ്ട് തോന്നുന്നുണ്ടല്ലേ. വാ നമുക്കൊരു ചായ കുടിക്കാം. ഉപ്പ എനിക്ക് വേണ്ട, ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഉമ്മ നിർബന്ധിച്ച് പറഞ്ഞ് ഒരു ദോശ കഴിച്ച് പോകുന്നതന്നെ എനിക്ക് കഴിയാനായിട്ടാണ്. മോളെ, എന്നാൽ എൻ്റെ കുട്ടി ഒരു പഴംപൊരിയും ചായെങ്കിലും കുടിച്ച് അങ്ങോട്ട് അകത്ത് കയറിക്കോളി. ഇനി എപ്പോഴാണ് ഇറങ്ങുക? ഈ ഒരു സമയത്ത് ചെന്നിട്ട് നേരം 12-1 മണിയാവും. അതുവരെ ഉപ്പ സാരല്ല. പക്ഷെ ഉപ്പാക്ക് സമാധാനമില്ലായിരുന്നു. ഉപ്പ മകൾക്ക് വേണ്ടി ഒരു കുപ്പി വെള്ളം വാങ്ങിക്കൊടുക്കുന്നു. മോളെ, ഇതെങ്കിലും കയ്യിൽ വെച്ചോ. ഉപ്പ ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ തന്നെ പറ്റൂല, ബാഗും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അവൾക്കുമായിട്ട് വാങ്ങിയ ആ ഒരു പൊതി അവൾക്ക് നേരെ നീട്ടി. എന്തോ പലഹാരമാണ്. ഉപ്പ ഇതൊന്നും പറ്റാഞ്ഞിട്ടാണ്, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഉപ്പ വാങ്ങിയത്? മോളെ, എൻ്റെ കുട്ടി ഇതൊക്കെ ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് തിന്നു പോയിക്കോ, എന്നാലല്ലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഉപ്പ വെള്ളം മതി. അവൾ വെള്ളം കുടിച്ചു. ഇനിയിപ്പോൾ സമയം 10 മിനിറ്റാണ്. അതിനുള്ളിലായിട്ട് എല്ലാവരും അങ്ങോട്ട് പ്രവേശിക്കണം. കൂടെയുള്ളവരൊക്കെ പുറത്തേക്ക് നിൽക്കണം എന്ന അനൗൺസ്മെൻറ്റ് ഇപ്പോൾ വരും. നുസൈബ പിന്നെ പുസ്തകം എടുത്ത് നോക്കിയതേയില്ല. ഹേയ് വേണ്ട, എന്തിന്? പഠിച്ച റബ്ബെനിക്ക് ഞാൻ പഠിച്ചതൊക്കെ എഴുതാൻ തോന്നിപ്പിച്ച് തന്നാൽ മതിയായിരുന്നു. ഇനിയും ഞാൻ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ പഠിച്ചത് മറക്കും. എല്ലാം അള്ളാഹുൽ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ മനസ്സിൽ നീറിപ്പുകയുന്ന ചിന്തകളുണ്ടെന്ന കാര്യം ആർക്കും അറിയില്ല. എനിക്കും പടച്ച റബ്ബിനും മാത്രമേ അതറിയുകയുള്ളൂ. സമയം കൃത്യം 10 മണിക്ക് ആണ് എക്സാം തുടങ്ങുന്നത്. അവൾ എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എക്സാമിനുള്ള ക്ലാസ്സൊക്കെ ആ സാറ് വന്ന് പറയുന്നുണ്ട്. അവനവൻ്റെ നമ്പർ കണ്ടുപിടിച്ച് ഇരിക്കണം. അതിനുള്ള തിരക്കിലാണ്. ഓരോ ഉപ്പമാരും ആങ്ങളമാരും ഭർത്താക്കന്മാരുമെല്ലാം അവർക്ക് വേണ്ടി അവരുടെ ക്ലാസ് നമ്പർ കണ്ടുപിടിക്കുവാനുള്ള തിരക്കിലാണ്. പക്ഷേ പാവം ഉപ്പാക്ക് അതിനൊന്നും കഴിയുന്നില്ല. ഉപ്പാക്ക് സങ്കടം തോന്നി. അതെ, വലിയ വലിയ ആളുകൾ വന്നിട്ട് അവരുടെ മക്കൾക്കും പെങ്ങൾക്കും ഒക്കെയുള്ള ക്ലാസ്സും എല്ലാം കണ്ടുപിടിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അതറിയൂല്ല. എന്താപ്പോൾ ചെയ്യുക? അല്ലാ, എൻ്റെ കുട്ടിക്ക് നീ മാത്രമേ തുണയുള്ളൂ. നുസൈബാക്ക് ആ തിരക്കിനിടയിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിയുന്നില്ല. ആ ഒരു ക്ലാസ്സിൻ്റെ നമ്പർ കിട്ടിയാൽ മാത്രമേ അവർക്ക് ക്ലാസ്സിൽ പോയിരിക്കാൻ പറ്റുകയുള്ളൂ. ഒരിക്കൽ കൂടി അവൾ ഉപ്പയെ തിരിഞ്ഞു നോക്കി. ഉപ്പ, ഞാൻ ഇനി പോയിട്ട് കണ്ടുപിടിച്ചോളാം. മോളെ, അപ്പോഴേക്കും ബെല്ലടിക്കൂലേ? അത് സമയം തെറ്റൂലേ? ഉപ്പ പലരോടായിട്ട് പറഞ്ഞു നോക്കാൻ ശ്രമിച്ചു. ഈ നമ്പറിലുള്ള ക്ലാസ് റൂം ഏതാ ഒന്ന് ചെക്ക് ചെയ്യോ? അവരെല്ലാം അവരുടെ നോക്കുന്ന തിരക്കിലായിരുന്നു. ആ ഒരു പേപ്പർ ഉപ്പ പലരുടെയും നേരെ ഉയർത്തി കാണിച്ചു. പക്ഷേ
നല്ല തിരക്കായത് കാരണം തന്നെ ആർക്കും അത് മൈൻഡ് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. ആ ശരി, ഞാൻ ഇപ്പം നോക്കിത്തരാം എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ആളെ കാണുന്നില്ല. നുസൈബക്ക് സങ്കടം വന്നു. പഠിച്ചോനെ കാക്കണേ റബ്ബേ, എത്രയും പെട്ടെന്ന് എൻ്റെ എക്സാമിൻ്റെ ഹാൾ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയണേ അല്ല. പെട്ടെന്നതാ ഉപ്പയുടെ കയ്യിൽ നിന്ന് ആ ഒരു പേപ്പർ വാങ്ങിക്കൊണ്ട് ആ തിരക്കിനിടയിലേക്ക് ഒരാൾ മറയുന്നു. ഒരു നിമിഷം ഉപ്പ ഞെട്ടിപ്പോയി. ആരപ്പം മോളെ പേപ്പർ വാങ്ങിക്കൊണ്ടുപോയത്? കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതാ അയാൾ തിരികെ വരുന്നു. രണ്ടാമത്തെ നിലയിലാണ് നുസൈബയുടെ എക്സാം ഹാൾ. ആ ശബ്ദം കേട്ട് അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നുസൈബയും ഞെട്ടിത്തരിച്ചു പോയി. പഠിച്ചോനെ, ഷമ്മാസ് എങ്ങനെ ഇവിടെ എത്തി? നുസൈബക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഉപ്പാക്കും മോനെ, നീ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നോ? ഉപ്പ, അതെ, ഞാൻ ഇന്ന് ഡിസ്ചാർജ് ആയതാണ്. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു നുസൈബ എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണണമെന്ന്. നുസൈബക്ക് തൻ്റെ കണ്ണുകളെ എത്രയായിട്ടും വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഷമ്മാസ് അപ്പോൾ ഒറ്റയ്ക്കാണോ? അല്ല, ദാ പിന്നിലേക്ക് നോക്ക്. ആ കാറ് നിർത്തിയിട്ട ഭാഗത്തേക്ക് അതാ നുസൈബ നോക്കുന്നു. പടച്ച റബ്ബേ, ഉമ്മ! അവൾ പെട്ടെന്ന് ഉമ്മയുടെ അടുക്കലേക്ക് ഓടി ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മോളെ കരയല്ലേ, എൻ്റെ മോൾ കരയല്ലേ. അതെ, പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങളൊന്ന് കണ്ടുമുട്ടിയാൽ നിനക്ക് പകുതി ആശ്വാസമാവുമെന്ന് കരുതിയിട്ടാണ്, ഉമ്മയുടെ ആഗ്രഹപ്രകാരമാണ് ഇങ്ങോട്ട് വന്നത്. സത്യം മോളെ, എൻ്റെ കുട്ടി പരീക്ഷ എഴുതാൻ പോയിക്കോളിട്ടോ. അല്ലാ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ. പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടിക്ക് നീ നല്ലോണം എഴുതാൻ കഴിവ് കൊടുക്ക്. ഉമ്മ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഷമ്മാസ് ആ കാഴ്ച കണ്ടു. ശരിക്കും അല്ലാ. ഷമ്മാസിൻ്റെ മുഖത്തേക്ക് ഒരിക്കൽ കൂടി നുസൈബ നോക്കി. അതെ, അവളുടെ ആ മനസ്സിലെ വിഷമങ്ങളും പ്രയാസങ്ങളുമെല്ലാം എങ്ങോ അകന്നു പോയതുപോലെ അവൻ്റെ മുഖം കണ്ടപ്പോൾ നുസൈബയുടെ മനസ്സ് വല്ലാതെ അങ്ങ് കുളിരായി. അവൻ്റെ ആ മുഖത്തേക്ക് ആ മനോഹരമായ കണ്ണുകൾ കൊണ്ട് നുസൈബ നോക്കിയപ്പോൾ ഷമ്മാസ് അവളുടെ കണ്ണിലേക്ക് നോക്കി കണ്ണിറുക്കി കാണിച്ചു. ഹിജാബി, മിന്നിച്ചേക്കണേ, ഞാനുണ്ട് ഇവിടെ. നീ ധൈര്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്തു വാ. സത്യം പറഞ്ഞാൽ നുസൈബക്ക് എക്സാം ഹാളിലേക്ക് പ്രവേശിക്കാൻ തന്നെ വല്ലാത്തൊരു മടി. ആകെ 5 മിനിറ്റ് മാത്രമാണ് ഇനിയും സമയമുള്ളത്. ഉപ്പ പറഞ്ഞു, മോള് പോയിക്കോ, 2 മണിക്കൂറല്ലേ എക്സാം, മോള് ചെല്ല്. മോൾക്ക് സന്തോഷമായില്ലേ? ഉപ്പയുടെ ആ കൈകളിൽ ഒരു മുത്തം കൊടുത്തിട്ട് അതാ നുസൈബ എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരിക്കൽ കൂടി അവൾ തിരിഞ്ഞു നോക്കി. അതെ, തൻ്റെ ഷമ്മാസും ഉമ്മയും ഉപ്പയും തന്നെ നോക്കി നിൽക്കുന്നു. അവൾക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. പഠിച്ച റബ്ബേ, എന്നെ തേടി അവർ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. എന്താ റബ്ബേ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്ര പെട്ടെന്നാണ് എൻ്റെ മനസ്സ് മാറി മറിഞ്ഞത്. ഇത്രയും സങ്കടത്തോടെ പ്രയാസപ്പെട്ട് എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുന്ന ഞാൻ, എൻ്റെ മുമ്പിലേക്ക് ഷമ്മാസ് പെട്ടെന്ന് വന്നത് വല്ലാത്തൊരു സർപ്രൈസായിപ്പോയി. നുസൈബ ഹാളിലേക്ക് പ്രവേശിച്ചു. അവളുടെ സീറ്റ് അവൾ കണ്ടെത്തി. അപ്പോഴേക്കും ഒരു അനൗൺസ്മെൻറ്റ്. എക്സാമിന് കൂടെ വന്ന ആളുകൾ ക്യാമ്പൗണ്ടിന് കുറച്ചപ്പുറത്തേക്കായി മാറി നിൽക്കേണ്ടതാണ്. അതിലൊരു സെക്യൂരിറ്റി വന്ന് പറഞ്ഞു, അത് ഈ ക്ലാസ്സിൻ്റെ ആ ഭാഗത്ത് നിന്ന് കുറച്ച് നിങ്ങൾ ആ ഗാർഡനിലേക്ക് പോയിക്കോളൂ. അവിടെ കുഴപ്പമില്ല, അവിടെ നിങ്ങൾക്ക് നിൽക്കാം, അനുവദനീയമാണ്. പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഉപ്പാക്കും തൻ്റെ കണ്ണുകളെ പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഷമ്മാസും ഉമ്മയുമാണ് വന്നിട്ടുള്ളത് എന്നുള്ള ആ ഒരു സന്തോഷം ഉപ്പയെയും വല്ലാതെ അങ്ങ് സമാധാനിപ്പിച്ചു. അപ്പം നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോരലാണോ? ഉപ്പ ചോദിച്ചു. അല്ല, അതോ ഇനി 2-3 ദിവസമായോ ഡിസ്ചാർജ് ചെയ്തിട്ട്? ഇല്ല, ഇന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വരുന്നത്. അപ്പോൾ മോനിങ്ങനെ പറഞ്ഞിങ്ങനെ, ഇന്നിപ്പോൾ ഓൾക്ക് എക്സാമിൻ്റെ ദിവസമാണ്, ഇതുവരെ ഒരുപാട് കോച്ചിങ്ങിനൊക്കെ പോയതല്ലേ, ഇന്നാണ് എക്സാം എന്നിങ്ങനെ പറയുന്നുണ്ട് ഓന്. അപ്പോൾ എൻ്റെ മനസ്സിലാണെങ്കിൽ നിങ്ങളോട് പറയാൻ, ഷമ്മാസ് അപ്പോൾ അപ്പുറത്തേക്ക് അല്പം മാറി നിന്നിരുന്നു. ഒരു ഫോൺ വന്നപ്പോൾ നിങ്ങളോട് പറയാൻ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം, എൻ്റെ കുട്ടീനെ ഒന്ന് എനിക്കൊന്ന് എക്സാമിന് ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് കണ്ടെങ്കിൽ എന്ന് എനിക്ക് തോന്നുന്നു. മനസ്സൊക്കെ വല്ലാത്ത. അപ്പോൾ ഓൻ എന്നോട് ചോദിച്ചു, അല്ലമ്മ എന്താ നിങ്ങൾ ആലോചിക്കണം? ഞാൻ അതിനെക്കുറിച്ച് വല്ലാതെ പറഞ്ഞില്ല. കാരണം ഇനിയിപ്പോൾ പറഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്ക് പരിചയമുള്ളതാണ്, നമ്മളെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണെന്നൊക്കെ ഉള്ളത് അറിയുന്ന വിചാരിച്ചിട്ട് ഞാനൊന്നും മുണ്ടി തന്നില്ല. ഞാൻ പറഞ്ഞു, ആ പെണ്ണിനൊന്നും കൂടി ഒന്ന് കാണാൻ പൂതിയാകും എനിക്ക്.
എനിക്കൊന്ന് കാണേനോ എന്താ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓൻ പറഞ്ഞു, ഉമ്മ ഇന്ന് പരീക്ഷൻ്റെ ദിവസമാണ്, അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പോയാൽ കാണാൻ കഴിയും, 10 മണിക്കാണ് എക്സാം തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷം. മോനെ എനിക്ക് കഴിയൂടാ വണ്ടി ഓടിച്ച് പോകാനൊക്കെ, അതോ അവനെ വിളിക്കണോ എന്നൊക്കെ പറഞ്ഞു. ഉമ്മ എന്തിനു, എനിക്ക് അതിനകത്തുള്ള കുഴപ്പമൊന്നുമില്ല, എനിക്കാണ്ട് നുസൈബാനെ കാണാൻ വല്ലാത്ത ആഗ്രഹം. ഓൻ്റെ മുമ്പ് നിന്നിപ്പോൾ അത് പറയാൻ പറ്റൂലല്ലോ വിചാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ അത് ഒതുക്കി പിടിച്ച് നിൽക്കണം. അപ്പോഴാണ് പറഞ്ഞത് എൻ്റെ കുട്ടി ഇങ്ങനെ എക്സാമാണ്, ഇവിടുന്ന് അതിനത്രയും ദൂരമൊന്നുമില്ല, അപ്പം മോനെ എന്നാ ഒന്ന് കാണേനോ എന്ന് ഞാനും പറഞ്ഞു. എന്താ അറിയില്ല, ഓൻ അതിങ്ങോട്ട് കേട്ടപ്പോൾ ഓൻ്റെ ഒരു സന്തോഷത്തിന് അതിരില്ല. ഓനങ്ങോട്ട് വണ്ടിയൊക്കെ സ്പീഡിൽ വിട്ട് എത്ര മിനിറ്റ് കൊണ്ട് ഞങ്ങളിവിടെ എത്തിയത് അറിയില്ല. ഏകദേശം ഒരു 3/4 മണിക്കൂർ ഒക്കെ യാത്ര ഉണ്ട്. പക്ഷേ എത്ര മിനിറ്റ് കൊണ്ട്, ഒരു അരമണിക്കൂറൊന്നും ആയിട്ടില്ല. ഞാൻ പറഞ്ഞു, മോനെ എന്തൊരു പോക്കായി പോണ് ഉമ്മ, 10 മണിയായി കഴിഞ്ഞാൽ പിന്നെ ഉമ്മാൻ്റെ ആഗ്രഹം നടക്കൂല കേട്ടോ എന്നും പറഞ്ഞിട്ടാണ് ഓന്. ഏതായാലും അൽഹംദുലില്ലാ റാഹത്തായി. നിങ്ങളിപ്പോൾ ഞങ്ങൾ ഈ കോളേജൊക്കെ ഓനക്ക് അറിയാമെന്ന് പറഞ്ഞ് ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ കുട്ടികളും രക്ഷിതാക്കളൊക്കെ ഒരു തിരക്കുകൾ കണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഓന്നല്ല അങ്ങനത്തെ എക്സാമൊക്കെ എഴുതിയിരുന്നു, ഇങ്ങനെ അതുമായി ചിലപ്പോൾ ക്ലാസ് കിട്ടിയിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല, അത് കണ്ടുപിടിക്കാനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ മോനെ ഇയ്യും ചെന്ന് നോക്കുന്നു ഞാൻ പറഞ്ഞത്. ഓനതിൻ്റെ ഇടയ്ക്ക് വാങ്ങിയത് നിങ്ങളൊക്കെ കണ്ടിക്കണോനെ ആ ഒരു പേപ്പർ വാങ്ങി അത് കണ്ടുപിടിക്കലും അതാ ഇപ്പം ഉണ്ടായത്. എന്തായാലും പഠിച്ച ഭാഗ്യമുണ്ട് നമുക്ക്, അത് കൂട്ടിയാൽ മതി. പെട്ടെന്ന് ഷമ്മാസ് ഫോൺ കട്ട് ചെയ്ത് വരുന്നു. ആ മോനെ, ഉപ്പ നിങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, വരി എന്തെങ്കിലും കഴിക്കുക. വേണ്ട മോനെ, ഒന്നും വേണ്ട, ഓൾക്ക് തന്നെ വാങ്ങിക്കൊടുത്തേക്ക, ഓൾ തിന്നായിട്ട് ഞാനിവിടെ ഇതൊക്കെ കുട്ടികൾക്ക് കൊടുത്തു, പലഹാരവും ഇതൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് അവൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല പറഞ്ഞപ്പോഴത് അവളെ ബാഗ് ഇവിടെ ഉണ്ട്. ഷമ്മാസിന് അവളുടെ ആ ഒരു ബാഗ് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം. ആ ബാഗ് ഒന്നെടുത്ത് ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ, അവളുടെ എഴുത്തുകളൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അവളുടെ സ്മെല്ലുള്ള ആ ഒരു ബാഗ്, അവൾ തൊടുന്ന ബാഗ് ഒന്ന് തൊട്ടിരുന്നെങ്കിൽ എന്നൊക്കെ ഷമ്മാസിന് തോന്നുകയാണ്. ഉപ്പ ആ ബാഗ് പിടിച്ച് നടക്കുകയാണ്. ഉപ്പയോട് അവൻ പറഞ്ഞു, ആ ബാഗ് ഞാൻ പിടിക്കാം. ഏയ് വേണ്ട മോനെ, അതവളെ കുറച്ച് ബുക്സും കാര്യങ്ങളും ഒക്കെ ഉള്ളതായിട്ട് ഞാൻ പിടിച്ചോളാം. അല്ല ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞ് ഷമ്മാസ്, ഉപ്പ അത് വേണ്ടെന്നുള്ള, ഉപ്പാക്ക് നാണമാണ് അത് കൊടുക്കാൻ, അത് കരുതിയിട്ട് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഉപ്പ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കുറച്ചപ്പുറത്തേക്ക് പോയപ്പോൾ ബാഗ് അവിടെ വെച്ചു. ഷമ്മാസിനെ ആ ബാഗ് ഒന്ന് തൊടണം, അതൊന്ന് എടുക്കണം, അവളുടെ കൈകൾ തട്ടിയ ആ ഒരു പേജുകൾ അതൊന്ന് നോക്കണം, കാണണം എന്നൊക്കെ തോന്നുകയാണ്. ഉമ്മയും ഷമ്മാസും അവിടെ തന്നെ ഇരിക്കുന്നു. വെറുതെ ഹിജാബിയുടെ ആ ബാഗ് എടുത്ത് അവൻ മടിയിൽ വെച്ചു. എന്താണെന്നറിയില്ല, അവളൊരിക്കലും ഇതറിയില്ല. അവളുടെ ആ ഒരു പുസ്തകത്താളുകൾ ഒന്നെടുത്ത് നോക്കിയാലോ, അവളുടെ ആ ഒരു എഴുത്ത്, അവളുടെ കൈകൾ തട്ടിയ ആ ഒരു പുസ്തകം, അവൾ ഉപയോഗിച്ച പേന, അവളുടെ ഫോണ്, അതെല്ലാം ആ ബാഗിനകത്തുണ്ട്. ഷമ്മാസ് പതുക്കെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നോക്കൂ, ഇങ്ങനെയാണ് എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുടെ ബുക്സ് ഇങ്ങനെയായിരിക്കും, എങ്ങനെ മോനെ നോക്കട്ടെ എന്ന് പറഞ്ഞ്. അപ്പോഴേക്കും ഉമ്മയുടെ ഒരു മറുപടി കിട്ടിയപ്പോഴേക്കും അവളുടെ ആ നോട്ട്ബുക്ക് എടുത്ത് അവൻ മറിച്ചു. പെട്ടെന്നാണ് ഷമ്മാസ് ആ ഒരു കാഴ്ച കണ്ടത്. പടച്ച റബ്ബേ, ഞാൻ അന്ന് കൊടുത്ത ആ ഒരു ഗിഫ്റ്റിൻ്റെ ആ ഒരു പൊതി അതാ അവളുടെ പുസ്തകത്താളുകളിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഷമ്മാസ് പെട്ടെന്നത് മാറ്റി പിടിച്ചു. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നോക്കൂ, നിങ്ങളെ മരുമകളുടെ എഴുത്ത് കണ്ടില്ലേ, എന്താലേ, മാഷാ അല്ലാ, അടിപൊളിയാണല്ലോ, നല്ല ഭംഗിയുള്ള എഴുത്തില്ലേ ഉമ്മ, എങ്ങനെയുണ്ട് മോനെ? എഴുത്ത് മാത്രമല്ല, അവൾ നല്ല ഭംഗിയുള്ള പെണ്ണെന്നെയാണ്. അതെങ്ങനെ ഉമ്മ കണ്ടത്? ഉമ്മ ഹിജാബിയെ ശരിക്കും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാനൊന്ന് കണ്ടില്ലേ ഹോസ്പിറ്റലിൽ നിന്ന്, പിന്നെ അവളെ കണ്ണ് കണ്ടാൽ തന്നെ അവളുടെ ഭംഗി നമുക്ക് അറിയാലോ. എന്നാലും എൻ്റെ കുട്ടി പഠിച്ചവനെ പെട്ടെന്ന് എക്സാമൊക്കെ എഴുതി പാസ്സാകട്ടെ, അതുള്ള പ്രാർത്ഥന, മോനെ പ്രാർത്ഥിച്ചോ. ആ 2 മണിക്കൂർ ഉമ്മയും ഷമ്മാസും അവിടെ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത നിമിഷങ്ങൾ. ഉപ്പ കുറച്ച് അപ്പുറത്തേക്കായിട്ട് പോയിട്ടുണ്ട്, ഇവരുടെ കയ്യിൽ ആ ബാഗ് ഏൽപ്പിച്ച്. ഷമ്മാസിൻ്റെ മടിയിൽ ആ ബാഗ് വെച്ചുകൊണ്ട് അവൻ ഇരിക്കുകയാണ്. മോനെ, നമ്മളിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരില്ലേ, എൻ്റെ കുട്ടിക്ക് ക്ഷീണമുണ്ടോ? ഉമ്മ, എന്തിന്? ക്ഷീണമെല്ലാം മാറിയില്ലേ? പിന്നെ ക്ഷീണമൊക്കെ മാറും, അവളെയൊക്കെ ഒന്ന് കണ്ടപ്പോൾ എൻ്റെ മുഴുവൻ ക്ഷീണം മാറിയിട്ടുണ്ട് അല്ലേ?
ഷമ്മാസ് ചിരിച്ചു. ഉമ്മ, എൻ്റെ ഉമ്മ എൻ്റെ കൂടെ വേണം. അവളും. എന്നാൽ നമ്മളെ ജീവിതം സന്തോഷകരമായി അല്ലേ? മോനെ, എൻ്റെ കുട്ടി ദുആ ചെയ്യേ. പടച്ച റബ്ബേ, അല്ലാ, ഇനിയും എൻ്റെ കുട്ടീനെ എനിക്ക് സങ്കടപ്പെടുത്താൻ വയ്യ. സങ്കടപ്പെടുത്ത്. ആരെ? അല്ലേ, ഉമ്മ മറന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു പോയി. ഉമ്മക്ക് അവളുടെ പഴയ ജീവിതമായിരുന്നു ഓർമ്മ വന്നത്, ഫൈസലിൻ്റെ കൂടെയുള്ള. ഒരിക്കലും ഷമ്മാസ് അത് അറിഞ്ഞിട്ടേയില്ല. എങ്ങനെ അത് പറയും, അവനോട് അവതരിപ്പിക്കും എന്ന കാര്യം ഉമ്മാക്ക് ഇപ്പോഴും ടെൻഷൻ തന്നെയാണ്. എന്തൊക്കെ തന്നെയായാലും ഇനി ഷമ്മാസ് അവളെ ഒഴിവാക്കില്ല. കാരണം അവളെ കണ്ടതാണ്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവളെ ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. നുസൈബാദ എക്സാം ഹാളിൽ ഓരോന്ന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ മനസ്സിലിപ്പോൾ സന്തോഷമുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട ആളുകൾ പുറത്തുണ്ടല്ലോ എന്നുള്ള. അവൾ ഓരോന്നായി അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. സമയം അധികമില്ല. 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇനി 1 മണിക്കൂറിനുള്ളിൽ ബാക്കിയുള്ളത്. ഷിഫയെ അവൾ നോക്കിയിരുന്നു. പക്ഷേ അവൾ അവിടെയൊന്നും കണ്ടില്ല. അവളുടെ സെൻറ്റർ വേറെ സ്ഥലത്താണെന്ന് തോന്നുന്നു. അപ്പോഴേക്കും നുസൈബയുടെ ഉപ്പ അവരുടെ അടുക്കലെത്തി. നിങ്ങൾ ആയില്ലേ? എന്ത് ബുദ്ധിമുട്ട്? നമ്മളെ മരുവളന്നല്ലേ, ഞമ്മക്കുള്ളതന്നല്ലേ. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ നിക്കാഹ് കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഈ എക്സാമിനൊക്കെ ഞങ്ങൾ തന്നെ എന്നോളെ കൂടെ പോരാണ്ടാകുക. അപ്പോൾ ഇതിപ്പോൾ നിക്കാഹ് കഴിയാത്തതുകൊണ്ടാണ് നിങ്ങൾ വന്നത്. എന്താ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ വരണം, ഒന്ന് കാണണം എന്നൊക്കെ ഉള്ളത്. എന്തായാലും പഠിച്ചവൻ്റെ വിധി കൊണ്ടൊക്കെ അങ്ങോട്ട് റാഹത്തേക്കണ്. ഇനി എൻ്റെ കുട്ടി നല്ലോണം എഴുതി ഇങ്ങോട്ട് ജയിച്ചു വരട്ടെ, എന്നാൽ തന്നെ സന്തോഷമാവുള്ളൂ. ഷമ്മാസ് ഫോണിലേക്ക് നോക്കി സമയം നോക്കിക്കൊണ്ടിരുന്നു. ഇനി 1/2 മണിക്കൂർ എൻ്റെ ഹിജാബിയെ കാണാൻ. ഇനി 1/2 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. പടച്ച റബ്ബേ. ഉപ്പ കരുതുകയാണ്. എന്നാലും ഓല് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന പാടന്നെ നേരെ എങ്ങോട്ടാണല്ലോ വന്നത്. പഠിച്ചോനെ, ഈ ഒരു സ്നേഹം നീ എന്നും നിലനിർത്തി കൊടുക്കുക റബ്ബേ. സന്തോഷം കൊണ്ട് ഉപ്പ ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഹലോ നുസ്രത്തെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇക്ക എന്തായി, എക്സാം കഴിഞ്ഞോ? പഠിച്ചോനെ, ഞാൻ പ്രാർത്ഥിച്ചിരിക്കണം ഇവിടെ. എക്സാം കഴിഞ്ഞിട്ടില്ലടി, ഇനി 1/2 മണിക്കൂർ കൂടി ഉണ്ട്. അതേ, പിന്നെന്താ, നിങ്ങൾ പുറത്തവിടെ ഇരിക്കായിരിക്കില്ലേ? ആ, പുറത്ത് ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞാൻ മാത്രമല്ല. പിന്നെ ആരാ? വേറെ ആൾക്കാരുണ്ട്. എനിക്കറിയാത്ത 2 ആൾക്കാർ കൂടെ ഉണ്ട്. ആരാ? അതൊക്കെ ഉണ്ട്. അന്നേം കൂട്ടി വന്നാൽ മതിയായിരുന്നു, എനിക്കിപ്പോൾ തോന്നുകയാണ്. ആ, അതിപ്പോൾ രാവിലെ മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കലൊക്കെ ആകുമ്പോഴേ, അതുകൊണ്ടാണല്ലേ ഞാൻ വന്നിരുന്നു. അതെ, ഞാൻ പറഞ്ഞു തരാം. നമ്മളെ മരുമകനും ഓരോ ഉമ്മയുണ്ട് ഇവിടെ. എന്ത് ഇക്കങ്ങൾ എന്ത് പറയുന്നത്? ഷമ്മാസോ ഓൻ്റെ ഉമ്മയോ? അതെടി, അവരെ ഹോസ്പിറ്റലിൽ നേരെ ഇങ്ങോട്ട് വന്നിക്കാണ്. അവളെ ഒന്ന് എക്സാമിന് പോകുന്നതിന് മുമ്പ് കാണണം കേട്ടോ. ആ ഉമ്മയുടെ നിർബന്ധമാണെന്ന് തോന്നുന്നു, എന്താ അറിയില്ല. മാഷാ അല്ലാ, ഓലവിടെ ഉണ്ടോ? ഇക്ക, എനിക്കും വരാൻ തോന്നണ്. ഇനിയിപ്പോൾ എന്തല്ലേ ചെയ്യുക? ഇനി 1/2 മണിക്കൂർ കൂടി കഴിഞ്ഞാലേ ഞങ്ങൾ ഇവിടുന്ന് പോകും. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാ ഇനി കാണാലോ. ഷമ്മാസ് ആ ക്യാമ്പസുകളിലെ ആ പൂന്തോട്ടത്തിലൂടെയൊക്കെ നടക്കുകയാണ്. എത്ര മനോഹരമായ പൂക്കൾ. പഠിച്ചോനെ, എൻ്റെ ഹിജാബി ഈ റോസാപ്പൂവിനോളം ഭംഗിയുണ്ട്. ഒരു റോസാപ്പൂവിലേക്ക് നോക്കിക്കൊണ്ട് അതാ ഷമ്മാസ് പറയുന്നു. ആ ഗാർഡനൊക്കെ കണ്ട് ഉമ്മ പറഞ്ഞു, മോനെ എന്ത് ഭംഗിയാണല്ലടാ. എൻ്റെ ഉമ്മാക്ക് പിന്നെ എവിടെ ചെടി കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇൻഷാ അല്ലാ നമുക്ക് ഗാർഡനൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം, വേണ്ടേ? അതിൽ നല്ലൊരു റോസാപ്പൂ ചെടി നടണ്ടേ? മോനെ, റോസാപ്പൂ ചെടിയൊക്കെ നടണം ഇൻഷാ അല്ലാ. വീട്ടിൽ കണ്ടെത്തട്ടെ. ഇത് കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ ഒന്ന് ചെയ്യണം, അല്ല ഇനി പറ്റൂല. ഇനിയൊന്ന് നീട്ടിട്ടാലേ എന്തെങ്കിലും തടസ്സം വരും. അങ്ങനെ വന്ന് മനസ്സിൽ ആഗ്രഹിച്ചത് കണ്ടില്ലാതാവും. അങ്ങനെയൊന്നുമില്ല, അതൊന്നും ഇല്ലാതാവില്ല. ഒക്കെ അള്ളാഹു വിധിച്ചതാണ്. ഇനി 15 മിനിറ്റ് കൂടെയാണ് എക്സാം ബാക്കിയുള്ളത്. ഷമ്മാസ് തൻ്റെ ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഓരോ സൂചിക്കും എന്തെന്നറിയില്ല മണിക്കൂറിൻ്റെ ദൈർഘ്യമുണ്ടെന്ന് അവന് തോന്നുകയാണ്. ഹിജാബിയെ ഒന്നുകൂടി കാണണം, ഒന്നുകൂടി സംസാരിക്കണം. അവളുടെ ആ നിഖാബ് പൊക്കിയിട്ട് അവളുടെ മനോഹരമായ മുഖമൊന്ന് കാണണം. എന്തായാലും എൻ്റെ ഉമ്മാക്ക് പെണ്ണ് കാണാൻ വരാൻ പറ്റിയിട്ടില്ലല്ലോ. ആ ഒരു പെണ്ണ് കാണാൻ കോളേജിൽ വെച്ച് അങ്ങ് നടത്തുകയെന്ന് വിചാരിച്ചാൽ മതി. പിന്നെ സ്വീറ്റ്സൊന്നും വാങ്ങിയിട്ടില്ല. കാണുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. അന്ന് വാങ്ങിയ സ്വീറ്റ്സൊക്കെ പിന്നെ അത് സാജിത്ത എല്ലാവർക്കും വേണ്ടി കൊടുത്തയച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടു. അതൊക്കെ സന്തോഷമേ ഉള്ളൂ. അവളെ കാണുമ്പോൾ എന്ത് സമ്മാനം കൊടുക്കും എന്ന് ഷമ്മാസിന് ഒരു ഓർമ്മയുമില്ല. എന്താ പഠിച്ചവന് കൊടുക്കേണ്ടത്? ഒന്നും വാങ്ങിയതുമില്ല.
നേരിട്ട് കാണുമ്പോൾ അത് എന്താ മോനെ ആലോചിക്കണത്? ഉമ്മ, നിങ്ങൾ പെണ്ണ് കാണാൻ വന്നതല്ലേ? അവൾ നമ്മളെ കാണാൻ അങ്ങോട്ട് വന്നതാണ്, ശരിയാണ്. ഇപ്പോൾ ഉമ്മ അവളെ കാണാൻ ഇങ്ങോട്ട് വന്നു, ഓക്കെ അല്ലേ? ഈ പെണ്ണ് കാണാൻ വരുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും സന്തോഷത്തിന് കൊടുക്കണ്ടേ? ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഒരു വല്ലായ്മ തോന്നി. പഠിച്ചോനെ, ശരിയാണ്, നമ്മളാണെങ്കിൽ അത് തീരെ വിചാരിച്ചതുമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആ സാരല്ല, ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ ഇറങ്ങി വരില്ലേ, നേരെ കോളേജിലേക്കല്ലേ വരുന്നത്. ഇനി ഇതാ വെറും 8 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ഷമ്മാസിൻ്റെ ഹൃദയമിടിപ്പ് കൂടുന്നു. അവിടെ നുസൈബയുടെയും നുസൈബ എല്ലാ ആൻസറും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. പുറത്ത് അവരുണ്ടാവും എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ അവൾക്ക് എന്തെന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിന് അനുഭവപ്പെടുന്നത്. ഇനി 5 മിനിറ്റ്. അവളുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടുവന്നു. മുഖത്തേക്ക് നോക്കാൻ മടിയാകുന്നു. എങ്കിലും ഹിജാബ് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നേരിട്ട് ഫേസ് കാണുകയാണെങ്കിൽ, അല്ലോ പഠിച്ചോനെ, ഇത്രയ്ക്കും പരിശുദ്ധമായ വസ്ത്രം നീ തന്നതിൽ അൽഹംദുലില്ലാ. അപ്പോഴും അവൾ അള്ളാഹുവിനെ സ്തുതിച്ചു. സമയം കൃത്യം 12 മണി. അതാ ബെല്ലടിക്കുന്നു. എക്സാം ഹാളിലെ കുട്ടികളെല്ലാം പുറത്തേക്ക് വരുന്നു. ഷമ്മാസും ഉമ്മയും ഉപ്പയും കാത്തിരിക്കുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട ആ മോള് വരാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഓരോരുത്തരായി ഇറങ്ങി വരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴതാ ആ മനോഹരമായ കണ്ണുകളുള്ള, ബ്ലാക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട്, ബ്ലാക്ക് പർദ്ദ ധരിച്ചുകൊണ്ടുള്ള ആ പെണ്ണ് പതുക്കെ നടന്നു വരുന്നു. അവളുടെ കണ്ണുകൾ ശരിക്ക് നാണം കൊണ്ട് താഴ്ന്നിരുന്നു. ഷമ്മാസ് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടേയിരുന്നു. അവളുടെ നടത്തം, മനോഹരമായ ആ ഒരു നടത്തം കാണാൻ എന്ത് ഭംഗിയാണ് പഠിച്ചോനെ. ഉമ്മയും ഉപ്പയും ഷമ്മാസും കാത്തിരിക്കുന്നു. അവൾ നടന്നിട്ടിങ്ങോട്ട് എത്തുന്നില്ല. എന്തോ ഒരുപാട് സ്ലോ ഉള്ളതുപോലെ. അതെ, ഒരുപാട് ലോങ്ങുള്ള ഒരു വരാന്തയാണ്. അവിടെ നിന്നാണ് വരുന്നത്. അവരുടെ അടുക്കലേക്കതാ നസീബ കടന്നു വരുന്നു, നേരെ ഉമ്മയുടെ അടുക്കലേക്ക്. ഉമ്മ, മോളെ, എൻ്റെ കുട്ടി പരീക്ഷയ്ക്ക് എഴുതിയില്ലേ? ഉമ്മ അവളെ കെട്ടിപ്പിടിക്കുന്നു. ഉപ്പയുടെ കൈയും അവൾ പിടിക്കുന്നു. തൊട്ടടുത്ത് ഷമ്മാസ്. ഹേയ്, ഷമ്മാസിൻ്റെ കൈ പിടിക്കാനോ കെട്ടിപ്പിടിക്കാനോ പാടില്ല. അവൾ പെട്ടെന്ന് ഉമ്മയുടെ അടുക്കിലേക്ക് മാറി. ഷമ്മാസിന് വല്ലാത്തൊരു സന്തോഷം. തൻ്റെ ഹിജാബി തൻ്റെ കൺമുമ്പിലെത്തിയിരിക്കുന്നു. ഷമ്മാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അന്ന് ഉമ്മ പെണ്ണ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇനി ആ പെണ്ണ് കാണൽ ഇവിടെ വെച്ചങ്ങ് ആക്കാം. അത് കേട്ട് ഉപ്പയും ഉമ്മയും നുസൈബയും ചിരിച്ചു. അതെ, അതൊരു വെറൈറ്റി ആക്കാം അല്ലേ മോനെ? സത്യം പറഞ്ഞാൽ ഷമ്മാസിനെ ഹിജാബിയുടെ ആ മുഖം കാണാൻ വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവൾ ആളുകളുടെ ഇടയിൽ വെച്ചൊന്നും അത് ഓപ്പൺ ചെയ്യില്ല എന്ന് ഷമ്മാസിന് നന്നായിട്ടറിയാം. ഉപ്പ പറഞ്ഞു, വരി, നമുക്ക് ഫുഡ് എന്തേലും കഴിക്കുക. കുറേ നേരമായില്ലേ നിങ്ങളൊന്നും കഴിക്കാതിരിക്കണം. അതൊക്കെ കഴിക്കാലോ. അവരതാ എല്ലാവരും കൂടി ഹോട്ടലിലേക്ക് പോകുന്നു. ഉമ്മ ചോദിച്ചു, മോളെ നുസിയെ, അനക്കെന്താണ് ഇഷ്ടം? എൻ്റെ കുട്ടിക്ക് മന്തി വേണോ, ബിരിയാണി വേണോ, എന്താ വേണ്ടത്? അതോ സദ്യ വേണോ? ഉമ്മ, എനിക്ക് എന്തായാലും വേണ്ടിയില്ല, നിങ്ങളൊക്കെ എല്ലാവരും എന്ത് കഴിക്കണം അത് മതി. ഷമ്മാസ് പറഞ്ഞു, എന്നാൽ ഒരു മന്തി എടുത്തോളൂ, പിന്നെ 2 സദ്യ എടുത്തോളൂ. ഉമ്മാക്കതായിരിക്കും ഇഷ്ടം. ഉപ്പാക്കോ? എനിക്ക് മോനെ സാദാ ചോറ് മതി. അവരെല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു. നുസൈബക്കും ഷമ്മാസിനും മന്തിയാണ്. അവൾ കൈ കഴുകി ടേബിളിൽ വന്നിരുന്ന് തൻ്റെ ഹിജാബത പൊക്കുന്നു. ഷമ്മാസ് അത് നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ ഹിജാബ് ഒന്ന് പൊക്കിയിട്ട് ആ മുഖമൊന്ന് ശരിക്കൊന്ന് കണ്ട് ആസ്വദിക്കണം. പക്ഷെ ആസ്വദിക്കാൻ പാടില്ല, എന്നാലൊന്ന് കാണാലോ. അതിനിപ്പോൾ എന്താ, ഞാൻ തന്നെയല്ലേ അവളെ കെട്ടാൻ പോകുന്ന ചെക്കൻ. ആ ഹോട്ടലിൽ ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ ഇവർ സ്പെഷ്യലായിട്ട് റൂം എടുത്തതാണ്. എല്ലാവരും എക്സാമിന് വന്നിരിക്കുന്ന രക്ഷിതാക്കളും കുട്ടികളും തന്നെയാണ് ആ ഹോട്ടലിൽ ഫുള്ളായിട്ട്. ഇങ്ങനെയുള്ള എക്സാം നടക്കുന്നതിനാൽ എല്ലാ ഹോട്ടലുകളും സ്പെഷ്യൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ അതാ നുസൈബ അവളുടെ മുഖത്തുള്ള ആ ഒരു നിക്കാബ് പൊക്കുന്നു.
ഷമ്മാസ് ശരിക്കും ഒളികണ്ണുകൊണ്ട് ആ ഒരു മനോഹരമായ കാഴ്ച കാണുന്നു. ശരിക്കും തന്നെ ഷമ്മാസ് നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം അതാ അവൾ തിരിച്ചറിയുന്നു. അവൾ നാണം കൊണ്ട് ചിരിക്കുമ്പോൾ അവളുടെ മുഖത്തുള്ള ആ ഒരു നുണക്കുഴികൾ വിരിയുന്നത് ഷമ്മാസ് അവൻ്റെ കണ്ണുകൾ കൊണ്ട് ശരിക്കും കണ്ടു. മാഷാ അല്ലാ. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.